വെൽക്കം ബാക്ക് ടു ഒരിടത്തൊരു കഥ. നമുക്ക് ചുറ്റുമുള്ള സാധാരണ ആളുകൾ ഒരു ദിവസം ഡിറ്റക്റ്റീവുകളായി മാറിയ എന്തായിരിക്കും സംഭവിക്കുക? അതാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു സിനിമ ഓരോ ഭാഗവും ഇരുന്ന് ആസ്വദിച്ച് കണ്ടതാ. ചില സീനുകൾ കാണുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളം വന്നായിരുന്നു. അതൊക്കെ പോട്ടെ, എന്തായാലും എനിക്ക് ഈ ഒരു സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. ഇതാണ് ജോർജ്. ജോർജ് ഒരു നല്ല മനുഷ്യനാണ്. ബൈ ദ ബൈ, എന്നെപ്പോലെ മൃഗസ്നേഹിയ. ജോർജ് കാര്യമായിട്ട് ആർക്കോ കത്തെഴുതുന്നുണ്ട്. മൈ ഡിയർ റെബേക്ക, എനിക്കറിയാം നിനക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന്. എനിക്കുണ്ട്. എന്താണെങ്കിലും ജീവിതം ഒരു രഹസ്യമല്ലേ? ജീവിതത്തിലെ എല്ലാ കടങ്കഥകൾക്ക് ഒരു ഉത്തരവും സന്തോഷത്തിന് ഒരു രഹസ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്നു മാത്രമാണ് എന്ന് ഞാൻ പറയും. അപ്പം തന്നെ ഒരു കുഞ്ഞാട് വന്ന് കാരഫിലിനെ അകത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഷീപ്പ്, നീയോ? എന്നിട്ട് കത്തിൻ്റെ ബാക്കി എഴുതുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ആടുകൾ തന്നെ. ജോർജിനെ വിളിക്കാൻ വേണ്ടിയാണ് ആ ആടുകൾ അങ്ങനെ ചെയ്തത്. കുഞ്ഞാടുകൾ ഒന്നിനു മുകളിൽ ഒന്നായി കയറി ഇങ്ങനെ കുസൃതി ഒപ്പിച്ചത്. നീ അവസാനം അയച്ച കത്തിലെ എനിക്ക് ഇഷ്ടപ്പെട്ട ആട് ഏതാണെന്ന് ചോദിച്ചില്ലേ? എനിക്ക് എല്ലാ ആടുകളും പ്രിയപ്പെട്ടതാ. അതുകൊണ്ടല്ലേ ഞാൻ ഓരോരുത്തർക്കും ഓരോരോ പേരിട്ടിരിക്കുന്നത്. ഈ ചട്ടമ്പിയായ ഇരട്ടകൾ, ഒന്ന് റോണി പിന്നൊന്ന് റെന്നി. ഇത് അന്തസ് കുറച്ച് കൂടുതലായ ഇവർ റിച്ച്ഫീൽഡ്. ജാടക്കാരിയായ ഇവള് ക്ലൗഡ്. ഇവള് സോറ. ഇവൾക്ക് ഏതു നേരം സംശയമാണ്. ഇവൻ മോപ്പിൾ. ഇവന് ഭയങ്കര ക്ഷമാശീലമാണ്. ഇവന് നല്ലൊരു പേര് കിട്ടിയിട്ടില്ല. എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണെങ്കിലും കൂട്ടത്തിൽ 2 പേർ കുറച്ച് കൂടുതൽ പ്രിയപ്പെട്ടതാ. അതിലൊന്നാണ് സെബാസ്റ്റ്യൻ, കൂട്ടത്തിലെ കൊമ്പൻ എന്നെപ്പോലെ. പിന്നെ ലില്ലി, അവള് സ്മാർട്ട് ഗേളാണ്. മറ്റുള്ള ആടുകൾ ഇടയന്മാർക്ക് സന്തോഷം തരുന്ന ആട്. രാവിലെ ഫുഡ്, പിന്നെ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. മുടങ്ങാതെ മെഡിസിൻ കൊടുക്കും. ഇതൊക്കെ അവരെ എൻജോയ് ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണിയൊക്കെ കഴിഞ്ഞ് ജോർജ് സൂര്യൻ അസ്തമിക്കാനാവുമ്പോൾ ഒരു ബുക്ക് എടുത്ത് കഥ പറഞ്ഞു കൊടുക്കും. കൂടുതലും ഡിറ്റക്റ്റീവ് നോവൽസ്, മിസ്റ്ററീസ്, എൻ്റെ എല്ലാം ഫേവറേറ്റ്സും എന്ന് പറഞ്ഞ് ജോർജ് പറയുന്നുണ്ട്. റോഡ്നി ഹോളിഷെഡ് മരിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അയാളുടെ യഥാർത്ഥ കൊലയാളി ആരാണെന്നും എനിക്കറിയാം. അവർ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നതാണ് എനിക്കിഷ്ടം. അവർ എത്രയൊക്കെ സ്പെഷ്യലാണെന്ന് പറഞ്ഞാലും അവർ ആടുകളാണ്. ബുക്കെടുത്ത് ജോർജ് പോകുന്നു. കഥ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആടുകൾ മുഖം കണ്ട് ഇത്രയേ ഉള്ളോ എന്നൊരു ഭാവത്തിൽ അവരിയ്ക്കുന്നു. കഥയുടെ ക്ലൈമാക്സ് ഇനി ഞാൻ നാളെ പറഞ്ഞു തരാം. എല്ലാവരും വേഗം പോയി ഉറങ്ങിക്കോ എന്ന് ജോർജ് പറയുന്നു. ജോർജ് പോയതും ഇയാൾക്കെന്താ ഇത് മുഴുവൻ വായിച്ചാൽ എന്ത് കഷ്ട എന്നൊക്കെ പറഞ്ഞ് ആടുകൾ പിറുവിറക്കുന്നുണ്ട്. എന്താ അല്ലേ സംസാരിക്കുന്ന ആടുകൾ? ഇതൊക്കെ ചെയ്തത് ആ വേലക്കാരി തന്നെയാ. അല്ലല്ല, ആ തോട്ടക്കാരൻ തന്നെയാ. അയാൾ പുല്ല് കെട്ടുന്നതല്ലാതെ ആ പുല്ലൊന്നും തിന്നുന്നില്ലല്ലോ. അയാൾ തന്നെയാ. ഇരട്ടകളാണെങ്കിൽ അത് ഡോക്ടറാ, അല്ല അത് ആൻറ്റിയാ. പൊട്ട, ആ ആൻറ്റി മുമ്പ് പറഞ്ഞ കഥയില്ല. അവരങ്ങനെ പറഞ്ഞ് അടിപിടിയാക്കാൻ തുടങ്ങി. തുടങ്ങി. ലില്ലി ഈ ഒരു സമയം പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു മുമ്പേ ഇത് ആ നെഫ്യൂ ആണ്. ഡിറ്റക്റ്റീവ് പറഞ്ഞത് എല്ലാ തെളിവുകളും അവനെതിരാണെന്നല്ലേ? അവൻ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ തന്നെ ഉണ്ടാക്കിയതാണ്. നാളെ ജോർജ് ഈ കഥയുടെ ബാക്കി പറയുമല്ലോ, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് ലില്ലി കിടന്നുറങ്ങാൻ പോകുന്നു. കത്തിൻ്റെ ബാക്കി ജോർജ് പറയുന്നുണ്ട്. എനിക്ക് വസന്തകാലത്ത് ജനിച്ച 3 കുരുത്തം കിട്ട 3 കുഞ്ഞാടുകളുണ്ട്. എല്ലാ ആടുകളും വസന്തകാലത്താണ് ജനിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞും കൂടിയുണ്ട്. അവൻ ജനിച്ചത് വിൻ്ററിലാണ്. അത് ആടുകൾക്ക് അറിയാവുന്നതുകൊണ്ട് അവനെ ഒന്നിച്ചു കൂട്ടാറില്ല. കുഞ്ഞാടുകൾ അവരെ പേരെന്താണെന്ന് ചോദിക്കുന്നു. കുഞ്ഞിൻ്റെ പേര് ചോദിക്കുമ്പോൾ എനിക്ക് പേരൊന്നുമില്ലല്ലോ എന്നവൻ പറയുന്നു. നീ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നോ? അപ്പം തന്നെ മറ്റൊരു വലിയ ആട് വന്ന് അവനെ ഓടിച്ചു പറയുന്നു. അവനൊരു വിൻ്റർ ലാമ്പാണ്, അവരായിട്ട് കൂട്ടുകൂടാൻ പാടില്ല എന്ന് പറയുന്നു. ജോർജ് ആവട്ടെ ആ ഒരു കുഞ്ഞിനെ എടുത്ത് പാല് കൊടുക്കുന്നു. ജോർജ് അവൻ്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട്. ജോർജിന് അറിയായിരുന്നു വിൻ്റർ ലാമ്പ് ആയതുകൊണ്ടാണ് അവനെ ആരും ഒന്നിച്ചു കൂട്ടാത്തതെന്ന്. പള്ളിയിലെ മണിയുടെ ശബ്ദം കേട്ട് ജോർജ് അങ്ങോട്ട് പോകുന്നു. കത്തിൻ്റെ തുടർച്ചയായി, നീ എന്നെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇതാണ്. അതേപോലെ ഇവിടെ കുറേ വൃത്തികെട്ട ജന്തുക്കളുണ്ട്. അതിലൊന്നാണ് ക്ലേം. ഇവനൊരു ഷെഫേർഡാണ്. എനിക്കിഷ്ടമല്ല. പിന്നെ ഇറച്ചി വെട്ടുകാരൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ബെന്ത്,
അവൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. പിന്നെ പോലീസുകാരൻ മണ്ടനും കൂടിയാ. പിന്നെ ഉള്ളത് റഫേഡ് ഹിൽകോട്ട്, പള്ളിയിലച്ഛനാ. അവിടേക്ക് വന്ന് കുറച്ച് കാശ് പള്ളിയിലച്ഛന് കൊടുത്ത് ഒറ്റപ്പോക്ക്. ആളുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ കാണേണ്ടത് എൻ്റെ ആട്ടിൻകൂട്ടത്തെയാ. അവർ നിന്നെ കാണാൻ കാത്തിരിക്കുകയാണ്. അതേപോലെ ഞാനും. സോറയാകട്ടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. ക്ലൗഡ്, ഡെൻറ്റൽസിൽ തിന്ന നിന്നെപ്പോലെ കൺപീലി ഉണ്ടാവുമോ? കൺപീലി ഉണ്ടായില്ല, പക്ഷേ നല്ലോണം രോമം വളരും. നീ ആ ഫുൾ സൈസിനെ കണ്ടില്ലേ? അതുപോലെ. സെബാസ്റ്റ്യൻ വരുമ്പോൾ കുറച്ച് പുല്ലൊക്കെ ബാക്കി വെച്ചേ. അവൻ പോയിട്ട് കുറേ നാളായില്ലേ എന്ന് ലില്ലി പറയുന്നുണ്ട്. ഹൂ കെയർസ്, അവൻ ടൗണൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക പണി. വിശുന്ന സഹിക്കാൻ പറയാ. അവന് നമ്മളെ ആരെ ഇഷ്ടമല്ലെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ലില്ലി പറയുന്നുണ്ട്. ഈ ഒരു സമയം ക്ലെം വരുന്നുണ്ട്. അവൻ്റെ മണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇരട്ടകളാവട്ടെ, ഇത് പുതിയ വണ്ടിയാ, എന്താ തിളക്കം. ഞാൻ ആലോചിക്കുന്നത് തന്നെയാണോ നീ ആലോചിക്കുന്നത്? എനിക്ക് ഇടിക്കണം, എനിക്ക് ഇടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോകുന്നുണ്ട്. അവർ ചെമ്മരി ആടാണല്ലോ. അങ്ങോട്ട് പോയതും ലില്ലി മുമ്പിൽ വന്ന് പറയുന്നുണ്ട്, തക്കതായ കാരണം കിട്ടാതെ നമ്മളൊന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ചതല്ലേ? അതെ അതെ എന്ന് പറഞ്ഞ് അവർ വിഷമിച്ച് രണ്ട് ഭാഗത്തേക്ക് പോകുന്നു. ജോർജ് ആവട്ടെ അവന് പുറത്താക്കുന്നു. ആടുകൾക്ക് നല്ലോണം വിഷമമാവുന്നുണ്ട്. ആടുകളെല്ലാം ഒന്നിച്ചു കൂട്ടാൻ വേണ്ടിയാണ് അവൻ വരുന്നതെന്നാണ് അവർ വിചാരിച്ചത്. ഈ ഒരു കാര്യം 3 വരെ എണ്ണി അതവർ മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കൂട്ടത്തിലുള്ള ഒരാൾക്ക് മാത്രം മറക്കാൻ കഴിയില്ല. മോബിള്, നീ ഈ ഒരു കാര്യം ഞങ്ങളെ മറന്നത് നീ ഓർമ്മിപ്പിക്കരുത്. എന്നിട്ട് 3 വരെ എണ്ണി അവർ ആ ഒരു കാര്യങ്ങളൊക്കെ മറക്കുന്നു. ജോർജ് ആണെങ്കിൽ ഭയങ്കര സാഡായിരിക്കുന്നു. ഇത് കണ്ട് ലില്ലി അവൻ്റെ അടുത്ത് വരുന്നു, അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി. ഞാൻ ഓക്കെ ആയിക്കോളും, നിനക്കൊന്നും സംഭവിക്കില്ല, അതേപോലെ എനിക്കും. ആ ഒരു സമയത്ത് ജേർണലിസ്റ്റ് കൾച്ചറൽ കാർണിവലിന് വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. ബെൻത്തിൻ്റെ അടുത്തേക്ക് പോസ്റ്റ് വുമൺ വന്ന് കത്ത് കൊടുക്കുമ്പോൾ ജോർജിന് ഒരു കത്തുണ്ടായിരുന്നു. ഇവനൊക്കെ ആരാ കത്തെഴുതുന്നേ? അത് അവൾ അറിയാതെ ആ ബെന്ത് ആ ഒരു കത്തെടുത്ത് വായിക്കുന്നുണ്ട്. അവൻ വന്ന് കൾച്ചറൽ ഫെസ്റ്റിവൽ കാണാൻ വന്നതാ, വാ കാണിച്ചു തരാം എന്ന് ബെന്ത് പറഞ്ഞതും അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ചീഞ്ഞ ഫുഡൊക്കെ 2-3 ദിവസം പഴക്കമുണ്ടാവും. ആ ഒരു സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഈ പെണ്ണുപിള്ളയ്ക്ക് എന്താ വട്ടാണോ എന്നൊരു ഭാവത്തിൽ ആ ഒരു ജേർണലിസ്റ്റ് എന്താ കളിയാക്കുകയാണോ? ഹേ അല്ല, ഇതാണ് നമ്മുടെ നാടിൻ്റെ പൈതൃകം. ഇതിനാണോ വലിയ ബാനർ വെച്ചത്? ആളുകളൊക്കെ വരണ്ടേ? ആളുകളില്ലെങ്കിൽ എന്ത് ഫെസ്റ്റ്? ഞാനൊരു റിപ്പോർട്ടറാണ്, ഗസറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ജൂനിയർ റിപ്പോർട്ടർ. അഡ്മിഷൻ ഫീ കൊടുത്ത് അവരവിടുന്ന് പോകുന്നു. ജോർജ് ഇന്ന് കഥയൊന്നും പറഞ്ഞു തരുന്നില്ലേ? ജോർജിനെ കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും നല്ല മഴയായിരുന്നു. ഇടിമിന്നൽ വന്ന് ആട്ടിൻകുട്ടികൾ കരയാൻ തുടങ്ങി. ലില്ലി ആ ഒരു സമയം മേഘങ്ങളായ ആടുകൾ ഡാൻസ് കളിക്കുന്നതാണ് ഈ ഒരു ഇടിമിന്നൽ ഉണ്ടാവുന്നതെന്ന് കുഞ്ഞാടുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് പേടിക്കേണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. പിറ്റേ ദിവസം ജോർജ് മിണ്ടാതെ തറയിൽ കിടക്കുന്നത് കണ്ട് എന്തോ കളിയാണ് എന്ന് ലില്ലി വിചാരിക്കുന്നു. പക്ഷേ ജോർജ് മരിച്ചു പോയിരുന്നു. ഇതൊന്നും താങ്ങാനുള്ള ശേഷി ആടുകൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പോലും മറക്കാൻ വേണ്ടി ആടുകൾ ശ്രമിക്കുന്നു. ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ലില്ലി പറയുന്നു. 3 വരെ എണ്ണി ഇതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു സമയത്ത് ഇത് നമ്മുടെ ജോർജാ 3 വരെ എണ്ണാൻ തുടങ്ങുന്നുണ്ട്. 3 വരെ എണ്ണാൻ തുടങ്ങുമ്പോൾ സെബാസ്റ്റ്യൻ വന്ന് പറയുന്നു, ഇതൊന്നും മറക്കാൻ പോകുന്നില്ല. എല്ലാവരും കണ്ണു തുറക്കുന്നു. ലില്ലി, എൻ്റെ ഷെഫേർഡിനെ ഇത്ര വേഗം മറക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ജോർജിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാ ഇത്രയധികം വേദന. ജോർജിനെ അങ്ങനെ മറക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ശരി, അതാണ് അതിൻ്റെ നീതിയും. എന്താ നിധിയോ? അല്ല മണ്ടന്മാരെ, നീതി, ജസ്റ്റിസ്. എന്താ ജസ്റ്റ് മിസ്സോ? നല്ലവരെ ദുഷ്ടന്മാർ ഉപദ്രവിക്കരുത്, ബലഹീനരെ ശക്തന്മാർ ആക്രമിക്കരുത്, ഒരു സുഹൃത്തിനെ ഒരു കാലത്തും മറക്കരുത്. ഹോ, എന്താ ഡയലോഗ്! ജോർജ് എന്നോട് നീതി കാണിച്ചിരുന്നു, അത് തിരിച്ചും ജോർജ് അർഹിക്കുന്നു. എല്ലാവരെയും ജോർജിന് ഇഷ്ടമായിരുന്നു. കമ്പിളിക്ക് വേണ്ടിയായിരുന്നില്ലേ ഞങ്ങളെ വളർത്തിയത്? ക്ലൗഡ്, എനിക്കൊരു സംശയം. മനുഷ്യർ മരിക്കുന്നില്ലെങ്കിൽ എന്തിനാ ജീവിക്കുന്നേ? നമ്മളെ ആരാ ഉണ്ടാക്കിയേ? ഈ മരത്തിൻ്റെ അകത്ത് എന്താ? പകല് അമ്പിളി മാമൻ എങ്ങോട്ടാ പോകുന്നത്? എന്തിനാ ജോർജിനെ കൊന്നേ? കൊന്നോ? ആര് കൊന്നു?
അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ലില്ലി ചോദിക്കുന്നുണ്ട്. നമ്മൾ കേട്ട കഥയിലൊക്കെ എല്ലാവരെയും കൊന്നതല്ലേ. ഈ ഒരു സമയം ലില്ലിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നു. നമ്മുടെ ബാഡ് ഷെഫേർഡ് 1-2 ഒപ്പ് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് വന്നായിരുന്നു. അപ്പോഴാണ് ജോർജിനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടത്. ഇറച്ചി വെട്ടുകാരനാകട്ടെ വണ്ടിയിലിരുന്ന് ആടിന്റെ എണ്ണമെടുക്കുകയായിരുന്നു. ലില്ലി അന്വേഷിക്കാൻ തുടങ്ങി. മഴയത്ത് തൊപ്പിയും റെയിൻകോട്ടും ഇടാതെ ജോർജ് വരില്ല. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. മോപ്പിൾ ലില്ലിയെ മുകളിൽ കയറ്റി നല്ലോണം ഒബ്സർവ് ചെയ്യുന്നു. അപ്പോഴേക്കും ജൂനിയർ റിപ്പോർട്ടർ അങ്ങോട്ട് വരുന്നു. പോലീസ് ആവട്ടെ, നീ എന്താ ഇവിടെ? എൻ്റെ കാറിൻ്റെ പണി കിട്ടി. എന്താ സംഭവിച്ചത്? ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തോന്നുന്നു. ഇവിടെ നിനക്ക് ഒരു സ്റ്റോറിക്ക് സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അസാധാരണമായി എന്തെങ്കിലും കിട്ടിയാലോ? ഞാൻ എല്ലായിടത്തും നോക്കി, ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ചുറ്റും അടിയിലും നോക്കി. അകത്ത് നോക്കാത്തതുകൊണ്ട് അവർ രണ്ടുപേരും ചേർന്ന് അകത്ത് നോക്കുന്നു. ഡോറ് തൊടാൻ പോകുമ്പോൾ പോലീസുകാരനോട് പറയുന്നുണ്ട് ഫിംഗർ പ്രിന്റ്. അതും ശരിയാ എന്ന് പറഞ്ഞ് അവർ സെർച്ചും ഒബ്സവും എല്ലാം തുടങ്ങി. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഹാർട്ട് അറ്റാക്ക് ഉള്ള ആള് എങ്ങനെ അകത്ത് നിന്ന് പുറത്തേക്ക് പോയി? ചിലപ്പോൾ പുറത്തു നിന്നാവാം ഹാർട്ട് അറ്റാക്ക് വന്നത് എന്ന് പോലീസുകാരൻ പറയുന്നു. ഇവിടെ ഇരുന്ന കസേരയെല്ലാം താഴെ വീണിട്ടുണ്ട്. അവിടെ വെച്ച 2 പെഗിൻ്റെ ഗ്ലാസും കാണുന്നുണ്ട്. ജോർജ് ഒറ്റയ്ക്കായിരുന്നില്ല. ഇത് റിപ്പോർട്ടറും ലില്ലിയും ഒന്നിച്ചു പറയുന്നു. നീ ഒരു പ്രശ്നം വലുതാക്കണ്ട എന്ന് പറഞ്ഞ് പോലീസ് പോകുന്നു. ലില്ലി വന്ന് എല്ലാ ആളുകളോടും പറയുന്നുണ്ട് ജോർജ് കൊല്ലപ്പെട്ടതാണ്. ആ പോലീസ് പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന്. ഇത് കേട്ട് കോമ പറയുന്നുണ്ട് ഇത് നിന്റെ തോന്നലാ. നീ നോക്ക്, ഇന്നലെ ഡ്രിങ്ക്സ് ഓഫർ ചെയ്ത് കഴിക്കുന്ന ആരോ ജോർജിനെ കാണാൻ വന്നിരുന്നു. ജോർജിന് വയ്യാതായപ്പോൾ അവർ ഒന്നും ചെയ്തില്ല. അത് അവർക്കിതിലുള്ള പങ്ക് പോലെയല്ലേ? അതുമല്ലാതെ ഇഞ്ചുറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിഷമുള്ളിൽ ചെന്നിട്ടാവാം ജോർജ് മരിച്ചത്. പിന്നെ കയ്യിലുണ്ടായിരുന്ന പച്ച നിറം, അത് മൽപ്പിടുത്തത്തിൻ്റെ തെളിവാ. അത് കേട്ട് കഥയിലെ പോലെ തന്നെയാണ് ആ പോലീസുകാരൻ ഒരു കഴിവ് കേട്ടവൻ. നമ്മളെ ഷെഫേർഡാണ് മരിച്ചത്. അതുകൊണ്ട് നമ്മൾ തന്നെ ഈ ഒരു കേസ് തെളിയിക്കണം. ഇത് കേട്ടതും സെബാസ്റ്റ്യൻ പൊട്ടിച്ചിരിച്ചു പറയുന്നു, ഒന്നാമത്തെ കാര്യം നിങ്ങളൊക്കെ ആടുകളാ. ഇത് കേട്ട് മുട്ടനാടുകൾ പിറുപിറുത്ത് പറയുന്നുണ്ട്, പിന്നെ ഇവനെന്താ താറാവാണോ? നിങ്ങൾക്കറിയോ മനുഷ്യൻ ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത മനുഷ്യരെ എന്താണെന്ന് വിളിക്കുന്നതെന്ന്? സോറ പറയുന്നുണ്ട്, കഴുത അല്ല ആടുകളെന്നാ വിളിക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ആടല്ലേ നീ? ഈ ലോകത്തിലെ എത്ര സ്ഥലം നീ പോയിട്ടുണ്ടാവും? നീ പോയി പുല്ല് കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക് പ്ലീസ്. ഈ കേസിൻ്റെ കാര്യമൊക്കെ മനുഷ്യന്മാർ നോക്കിക്കോളും. ഇതൊന്നും കേൾക്കാതെ അവർ പ്രൂഫ് തപ്പി നടക്കുന്നുണ്ട്. ഇവരൊക്കെ ഒറ്റക്കെട്ടാണ് കേട്ടോ. ഇതാ ഇവൻ ക്ലൂ പോയിട്ട് ഒരു ബക്കറ്റിൽ തലയിൽ വെച്ച് നടക്കുന്നുണ്ട്. ലില്ലി അവരോട് ചോദിക്കുന്നു, കൊലപാതകം നടന്ന രാത്രി നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? സെബാസ്റ്റ്യനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞതും അതിലെ ഒരാടാവട്ടെ നീയാണോ ആ ഒരു കൊലപാതകി? നീ തന്നെയാണ് എന്ന് പറയുന്നു. സെബാസ്റ്റ്യനാകട്ടെ അതെ ഞാൻ തന്നെയാ കൊന്നത്. എനിക്ക് കയറാൻ പറ്റാത്ത ആ ഡോറിൻ്റെ അകത്ത് ഞാൻ കയറി, എനിക്കിരിക്കാൻ പറ്റാത്ത ചെയറിൽ ഞാൻ ഇരുന്ന് 2 ഗ്ലാസ് പെക്കെടുത്ത് അതിൽ വിഷം കലർത്തി ഞാൻ കൊടുത്തു, അതും ഈ ഒരു കൈ വെച്ച് എന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ്റെ കൈ എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും മനുഷ്യന്മാരെ കണ്ടിരുന്നോ? ലില്ലി ചോദിക്കുന്നു. നമ്മുടെ കുഞ്ഞും പറയുന്നുണ്ട്, ഞാൻ ജോർജിൻ്റെ പ്രേതത്തെ കണ്ടു. കള്ളം പറയല്ലേ, സത്യമായിട്ടും ഞാൻ ജോർജിൻ്റെ ദേഹത്ത് നിന്ന് അത് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അതിന് ജോർജിൻ്റെ അതേ മണമായിരുന്നു. അവർ മണിയടി ശബ്ദം കേട്ട് അവർ നേരെ പള്ളിയിലേക്ക് പോയി. അവിടെ പോയാൽ ചിലപ്പോൾ കൊലയാളിയെ കണ്ടാലോ? വായിച്ചു കേട്ട പുസ്തകത്തിൽ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടം വിട്ടു പോകാൻ നിങ്ങൾക്ക് അത്രക്കൊക്കെ ധൈര്യമുണ്ടോ? ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. അത്രയ്ക്ക് വലിയ കാര്യമാണോ ഇവിടം വിട്ടു പോകുന്നത്? പേടിയില്ല എന്ന് പറഞ്ഞവരാട്ടെ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ പോലും പേടിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. കൊമ്പനാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്ത് ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എനിക്ക് പറ്റുന്നില്ല ഈ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ. അപ്പോൾ തന്നെ ഒരു കോഴി നൈസായിട്ട് ആ ഒരു റോഡ് മുറിച്ച് കിടക്കുന്നു. ഇത് നിങ്ങളുടെ പ്രശ്നമല്ല എന്ന് സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് കണ്ണടിച്ച് ആ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നു. പള്ളിയിൽ പോയിട്ട് സെമിത്തേരിയുടെ ഭാഗത്ത് നിന്ന് ഒളിഞ്ഞു നിന്ന് അവർ പറയുന്നത് കേൾക്കുന്നു. പോലീസുകാരനാവട്ടെ ജോർജ് കൊല്ലപ്പെട്ടതല്ല, ജോർജിനെ ആരോ കൊന്നതാണ് എന്ന് ഒച്ചത്തിൽ പറയുന്നു. ഒരു വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് ജോർജ് മരിച്ചത്. അത് ഒരു മരത്തിൽ കാണുന്ന ഒരു വിഷമാണ്. അത് ഈ ഒരു സ്ഥലത്ത് ഉണ്ട്
എന്ന് ആ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്. ഞങ്ങളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും കൊന്നതാണെന്നാണോ പറയുന്നത്? ബന്ധം ചോദിക്കുന്നു. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പുറത്തുനിന്ന് വന്ന ആരോ ആണ് ഇത് ചെയ്തത്. ആ സുന്ദരിയായ പെൺകുട്ടി ഇറങ്ങി വന്നതും പോലീസുകാരന്റെ കിളി പോകുന്നുണ്ട്. കണ്ട മാത്രമല്ല തന്നെ അയാൾക്ക് അവളോട് ക്രഷ് അടിക്കുന്നുണ്ട്. അങ്ങനെ അവൻ സ്റ്റക്കായി നിൽക്കുമ്പോൾ ആ ഒരു ലേഡി വന്ന് ഞാൻ ജോർജിൻ്റെ മകളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും ഷോക്കാവുന്നു. ജോർജിന് ഇങ്ങനൊരു മകളുള്ള കാര്യം അവിടെയുള്ള ആർക്കും അറിയില്ല. ലോയറാകട്ടെ അവരുടെ കയ്യിൽ ഒരു വിൽപ്പത്രം ഉണ്ടായിരുന്നു. ജോർജ് കൊടുത്ത വിൽപ്പത്രം. ആ ഒരു വിൽപ്പത്രത്തിലുള്ള ആളുകളുടെ പേരുകളൊക്കെ പോലീസിനോട് പറയുന്നു. ഇവരൊക്കെ എന്തായാലും ഈ ഒരു വില്ല് വായിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവണം. പിന്നെ പോലീസുകാരനോട് ലോയർ ഒരു സംശയം ചോദിക്കുന്നു. നിങ്ങൾക്ക് സംശയമൊന്നും തോന്നിയില്ലേ? ജോർജ് മരിച്ച സമയത്ത് തന്നെ ജോർജിന്റെ മകൾ നാട്ടിലേക്ക് എത്തിയത് അവൾ അമേരിക്കയിലായിരുന്നില്ലേ എന്നൊക്കെ പോലീസിനോട് ചോദിക്കുന്നു. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. വില്ല് വായിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇവർ 3 പേരും പോകുന്നുണ്ട്. വില്ലിൽ പറഞ്ഞ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. വില്ല് വായിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റെബേക്ക, അതായത് ജോർജിൻ്റെ മകള് കഥ പറയുന്നുണ്ട്. എൻ്റെ അമ്മ മരിച്ചതിന് പിന്നെ അച്ഛൻ എന്നെ നോക്കാൻ വേണ്ടി അഡോപ്ഷൻ കൊടുത്തു. അത് ചർച്ചിലേക്കായിരുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പോലീസുകാരൻ പിന്നെയും ചോദിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് ജോർജ് കൊല്ലപ്പെട്ട ദിവസം നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ നിങ്ങൾ ചെയ്തു എന്നല്ല പറഞ്ഞത്, ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഈ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് വന്നിട്ടില്ല. എനിക്കിനിയൊരു ചോദ്യം ചോദിക്കാനുണ്ട്. താങ്കൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഈ ചോദ്യം ചോദിച്ചതും എല്ലാവരും മുഖം ചുളിക്കുന്നുണ്ട്. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പോലീസുകാരൻ പറയുന്നു. അവളോട് ഓൾറെഡി അയാൾക്ക് ക്രഷ് അടിച്ച് നിൽക്കുകയാണ്. ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ബ്രേക്കപ്പായി. ഇതിൻ്റെ ഇടയ്ക്ക് ആടുകളാകട്ടെ ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവളെ കണ്ണിലൊരു പേടിയും അവളുടെ മുഖത്തൊരു സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ഒബ്സർവ് കണ്ടിന്യൂ ചെയ്യുന്നു. വില്ലിൽ പറയാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, റിപ്പോർട്ടർ. ആ റിപ്പോർട്ടർ ലോയർ പുറത്താക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒബ്സർവേഷന്റെ വഴി തെറ്റി ക്ലൗഡ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാരറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണെങ്കിൽ ഒരു ടീഷർട്ട് വന്ന് അവൻ്റെ തലയിൽ വീണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാം ഓടി നശിപ്പിക്കുന്നു. പോരാത്തതിന് ആ ഒരു ഹാളിൻ്റെ അകത്ത് പോയി അവിടെയുള്ളതും എല്ലാം നശിപ്പിക്കുന്നു. അവസാനം എങ്ങനെയെല്ലാം അവനെ പുറത്താക്കുന്നു. ആടിനെ പുറത്താക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് കാണുന്നുണ്ട് ബെന്തം റെബേക്കയ്ക്ക് വന്ന ലെറ്റർ അടിച്ചു മാറ്റിയത്. റിപ്പോർട്ടർ പിന്നെയും പോലീസുകാരന് ബാക്കിൽ വരുന്നുണ്ട്. നിനക്ക് ഈ കേസ് തെളിയിക്കണം, എനിക്കൊരു സ്റ്റോറി വേണം, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞു വരുന്നു. പോലീസ് അത് മൈൻഡേ ചെയ്യുന്നില്ല. അവസാനം ഓക്കെ എന്ന് പറഞ്ഞ് അവർ 2 പേരും ഒന്നിച്ചാവുന്നു. ഞാൻ തിരക്കിനിടയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ മറന്നുപോയി, നീ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് തരണേ എന്ന് പോലീസുകാരൻ റിപ്പോർട്ടറോട് പറയുന്നു. തീർച്ചയായും ഞാനത് നിനക്ക് തരാം എന്ന് റിപ്പോർട്ടറും പറയുന്നു. കെലേബ് ആയിരിക്കുമോ നമ്മുടെ അടുത്ത ഷെഫേർഡ്? ആയിരിക്കാം. അതിനു മുമ്പ് ഈ ഒരു മിസ്റ്ററി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം, കണ്ടുപിടിച്ചേ പറ്റൂ. അത് ആ ബുക്കിലുള്ളതുപോലെ എളുപ്പമല്ല ഈ ഒരു കേസ് തെളിക്കാൻ എന്ന് ലില്ലി പറഞ്ഞതും ബുക്കിനെ പറ്റി അവൾക്ക് ഓർമ്മ വന്നു. ലില്ലി ആകട്ടെ കെറേവിൽ പോയി ജോർജിന്റെ പുസ്തകം എടുത്ത് അത് ആ പോലീസുകാരൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. എന്തെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി തുമ്പ് കിട്ടിയാലോ? റെബേക്കയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് വന്ന് കരയുമ്പോൾ പേരില്ലാത്ത നമ്മുടെ കുഞ്ഞു പോയി അവളെ എടുത്തു പോയിരിക്കുന്നു. അവളാണെങ്കിൽ അതിനെ തലോടി മടിയിൽ കയറ്റി വെക്കുന്നു. ഈ ഒരു സമയത്ത് ആടുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവളൊരു വിന്റർ ലാമ്പായിരിക്കാം, അതുകൊണ്ടാ ജോർജ് ഇവളെ അടുപ്പിക്കാത്തത്. ചിലപ്പോ അവൾ തന്നെയായിരിക്കാം ജോർജിനെ കൊന്നത്. കൊലപാതകി അവൾ തന്നെയാ കൊന്നത്. ലില്ലി അപ്പോ പറയുന്നുണ്ട് കൊലപാതകി എന്ന് അവളെ പറയാനായിട്ടില്ല, അവൾക്ക് നേരെ ഒരു തെളിവ് പോലുമില്ല. സെബാസ്റ്റ്യൻ ആകട്ടെ മലവാരത്തിന്റെ മുകളിൽ പോയി ഒറ്റയ്ക്ക് നിൽക്കുന്നു. കാർണിവൽ എന്ന് വെച്ചാൽ എന്താ? ലില്ലി അവനോട് ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞാ ഒന്നുമില്ല, അവൻ കടുപ്പത്തിൽ പറയുന്നു. എന്നാ ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് മടങ്ങുമ്പോൾ കാർണിവൽ എന്ന് വെച്ചാൽ മ്യൂസിക്കാണ്. പിന്നെ റൈഡും. ഞാൻ അവിടെയായിരുന്നു. വലുതായതിന് പിന്നെ എനിക്ക് കാർണിവലിൻ്റെ ഒരു വട്ടത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ പോകുമ്പോൾ ഒരു നായ എന്നോട് മൽപ്പിടിക്കാൻ വരും. എൻ്റെ ചോര പൊടിയും വരെ ഞാൻ മൽപ്പിടിക്കും. അവിടെ നിന്ന് എന്നെ രക്ഷിച്ചത് ജോർജ് ആയിരുന്നു. അതിനെയാണ് കാർണിവൽ എന്ന് പറയുന്നത്. നീ എന്തിനാണ് ഒറ്റയ്ക്ക് പോയത്? നിന്റെ കൂട്ടം തെറ്റിയിട്ട് ഇത്രയ്ക്ക് സ്മാർട്ടായ ലില്ലിക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിചാരിച്ചു. ഞാനും ഒരു വിന്റർ ലാമ്പായിരുന്നു.
എന്ന് സെബാസ്റ്റ്യൻ പറയും. പിറ്റേ ദിവസം രാവിലെ പോലീസുകാരൻ ജനാലയിലൂടെ പുറത്തു നോക്കി ആടിനെ തന്നെ നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് റിപ്പോർട്ടർ അങ്ങോട്ട് വരുന്നു. എന്താ നീ ഇത്രമേൽ ആലോചിക്കുന്നേ എന്ന് ചോദിച്ചതും, എനിക്കെന്തെങ്കിലും ക്ലൂ കിട്ടുന്ന സമയത്ത് അവിടെ ഇവരുണ്ടാവും, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടിയായിരുന്നോ? ആ കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞ് പോലീസുകാരൻ ഈ ഒരു കുറ്റം ചെയ്തവർക്ക് ആർക്കൊക്കെ മോട്ടീവ് ലഭിക്കും എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിന്നലെ ലില്ലിയും ലില്ലിൻ്റെ കൂട്ടുകാരും കൊണ്ടുകൊടുത്ത ആ ബുക്കിൻ്റെ പവറായിരുന്നു. അതേപോലെ വില്ലിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും പോയി അന്വേഷിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അവസാനം പള്ളിയിലച്ഛൻ്റെ അടുത്ത് പോയി ആ ഒരു സമയം തന്നെ പള്ളിയിലച്ഛന് കുറച്ച് പൈസ ജോർജ് കൊടുത്തിരുന്നു. അത് എന്തിനാണെന്ന് ചോദിക്കുന്നു. അയാളുടെ മക്കള് അഡോപ്ഷനിലായതുകൊണ്ട് അവരെ കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ജോർജിനോട് കുറച്ച് പൈസ ഓഫർ ചെയ്തിരുന്നു. ഇതൊന്നും പോയി പള്ളിയിൽ പറയല്ലേ, എന്നെ ലോ അഴിച്ചു വെക്കാൻ പറയും. അടുത്തത് റെബേക്കയെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു. അവളുടെ പേര് അവൾ മാറ്റിയതാണെന്ന് ആ ഒരു സമയം പോലീസുകാർക്ക് മനസ്സിലാവുന്നു. ഇതൊക്കെ ആട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ജോർജിൻ്റെ ആ ഒരു പരിസരത്തേക്ക് അവൾ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ല എന്ന് പറയുന്നു. ഇത് കേട്ട് ആടുകൾക്ക് ഷോക്കാവുന്നുണ്ട്. ഇവളല്ലേ ഇന്നലെ ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് കള്ളം പറയുന്നു. കുഞ്ഞൻ പറയുന്നു ജോർജിൻ്റെ അതേ മണമാണ് ജോർജിൻ്റെ മകൾക്കും. ഈ ഒരു കാര്യം ആട്ടിൻകൂട്ടത്തിൽ മറ്റാരോ പറഞ്ഞിട്ടുണ്ട്. ക്ലൗഡ്, അത് നീയാ? അപ്പം തന്നെ ചെമ്മരിയാട് പറയുന്നുണ്ട്, നീയാണ് ആ കൊലപാതകി. അവനാണെന്നല്ല ഞാൻ പറഞ്ഞത്, ലില്ലി അപ്പം തന്നെ പറയുന്നുണ്ട്. റബേക്കയുടെ കയ്യിലുണ്ടായിരുന്ന വള അവിടെ മിസ്സായിരുന്നു. ആ ഒരു സമയത്ത് പോലീസുകാരന് ആ ഒരു വള കൊടുക്കാൻ വേണ്ടി പോലീസുകാരൻ്റെ ക്യാപ്പ് ആടുകൾ മോഷ്ടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതെടുത്ത് വരുന്നതും പോലീസുകാരൻ അവരുടെ ബാക്കിൽ തന്നെ ഓടി വരുന്നു. അവസാനമാകട്ടെ ആടുകളൊക്കെ നിരനിരയായി നിന്ന് തൊപ്പി മുന്നിലിട്ട് നിൽക്കുന്നു. പോലീസാകട്ടെ ആ ഒരു തൊപ്പി എടുത്തതും ആ ഒരു വള കിട്ടുന്നു. പോലീസുകാരന് മനസ്സിലായി ഈ വള എടുക്കാൻ വേണ്ടിയാണ് ഈ ആടുകൾ ഇങ്ങനെ ചെയ്തതെന്ന്. അവരോട് താങ്ക് യു പറഞ്ഞ് പോലീസുകാരൻ അവിടുന്ന് പോകുന്നു. നല്ലൊരു സീൻ തന്നെയാണിത്. എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഇത് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് പോലെ തന്നെയുണ്ട് എന്ന് റബേക്കയോട് പറയുന്നുണ്ട്. ഇത് ജോർജിൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നാണ് കിട്ടിയത്. നീ അവിടെ പോയിട്ടില്ല എന്നല്ല പറഞ്ഞത്, നിന്റെ മുറി ഒന്ന് എനിക്ക് പരിശോധിക്കണമായിരുന്നു. അങ്ങനെ റബേക്കയുടെ മുറി പരിശോധിച്ച് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ജോർജ് മരിച്ച ദിവസം ഞാൻ അവിടെ പോയിരുന്നു. നമ്മൾ രണ്ടുപേരും സംസാരിച്ചു. ആടിനെ പറ്റിയായിരുന്നു ഞങ്ങൾ സംസാരിച്ചത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കള്ളം പറഞ്ഞത് അത് മാത്രമായിരുന്നു. ഞാൻ ആടുകളെ ഏറ്റെടുക്കണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. പിന്നെ പുതിയ വിൽപ്പത്രം സംഭവിച്ച കാര്യങ്ങൾ, ഇനി ഇത്രയധികം പണം, ഇതെല്ലാം കണ്ട് ഞാൻ കള്ളം പറയാതെ ഇരിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കള്ളം പറഞ്ഞത് എന്നവൾ പറഞ്ഞ് അവൾ കരയുന്നു. പോലീസുകാരനാകട്ടെ അതൊന്നും കാണാതെ അവളെ ജയിലിലെടുത്ത് ഇടുന്നുണ്ട്. ഈ ഒരു സമയം ആ ലോയർ വന്ന് പറയുന്നുണ്ട്, ഇവളിങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്തായാലും നീ ഒരു മിടുക്കനായ ഓഫീസറാണ്, അവളെ നാളെ കോർട്ടിൽ ഹാജരാക്കും എന്ന് പറഞ്ഞ് അവരൊക്കെ പിരിയുന്നു. ഈ ഒരു സമയത്ത് ആ കുഞ്ഞു ജനാലിലെ കൂടെ ലില്ലി വന്ന് റബേക്കയെ നോക്കി പോകുന്നുണ്ട്. രാത്രി ക്ലൗഡിനോട് പറയുന്നുണ്ട്, അറസ്റ്റ് ചെയ്ത് നാളെ അവളെ കോടതിയിലേക്ക് കൊണ്ടുപോകും. അവൾ തന്നെ ആയിരിക്കുമല്ലേ ജോർജിനെ കൊന്നത് എന്ന് പറഞ്ഞ് അവൾക്ക് സംശയമുണ്ട്. എന്നാൽ അവൾ ഉറപ്പിക്കുന്നുണ്ട്, ഇനി എന്തായാലും കലേബായിരിക്കാം നമ്മുടെ പുതിയ ഷെഫേഡ്. അവിടെയുള്ള ആട്ടിൻകൂട്ടങ്ങളെ കാണാൻ വേണ്ടി ഇവർ രണ്ടുപേരും പോകുന്നുണ്ട്. അവിടെ പോയതും കലേബിൻ്റെ ഡോഗ്സ് ഇവരെ ഓടിച്ച് ആക്രമിക്കാൻ നോക്കുന്നു. തക്ക സമയത്തിന് സെബാസ്റ്റ്യൻ അവിടെ വന്ന് അവരെ രക്ഷപ്പെടുത്തുന്നു. അടിപിടി കൂടിയ സമയത്ത് സെബാസ്റ്റ്യൻ ആകട്ടെ മരിച്ചു പോകുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പേ സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ജോർജിനെ കാണാം. നമ്മുടെ സെബാസ്റ്റ്യൻ മരിച്ചു. നീ പറഞ്ഞത് നമ്മൾ മേഘങ്ങളാകുമെന്നല്ലേ? പക്ഷേ അത് തെറ്റായിരുന്നു. ഇവര് 3 വരെ എണ്ണി മറക്കുന്ന ഒരു സീനില്ലേ, അത് 3 വരെ എണ്ണിയത് ശേഷം ഇവർക്ക് പിന്നെ ആ ഒരു കാര്യത്തെപ്പറ്റി ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഇവരുടെ കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ മറക്കാൻ പറ്റാത്ത ഒരാളുണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ ലില്ലിയോട് സംസാരിക്കുന്നു. മറക്കാത്ത കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുന്നത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഓർമ്മയുണ്ട്, എനിക്ക് എൻ്റെ അമ്മയുടെ മുഖം ഓർമ്മയുണ്ട് എന്നവൻ പറയുന്നു. ആ ഒരു രാത്രി ലില്ലി ജോർജിനെ കാണുന്നു. എനിക്കൊരു ദിവസം ഒരാളെ നഷ്ടമായി, അതിൻ്റെ വേദന എനിക്ക് നന്നായി അറിയാം. നഷ്ടപ്പെട്ടതൊക്കെ ഒരു നാൾ നല്ല ഓർമ്മകളായി മാറും. കലേബ് ഞങ്ങളെ എന്തെങ്കിലും ചെയ്യുമോ? അവൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, അവരെയൊക്കെ നീ നോക്കിക്കൊള്ളും, ലില്ലിയോട് ജോർജ് പറയുന്നു.
നിങ്ങൾ ഈ ഒരു കുറ്റകൃത്യം ആര് ചെയ്തതെന്ന് ശരിക്കും കണ്ടുപിടിച്ചാൽ നിങ്ങളെ റെബേക്ക നോക്കും. പിന്നീട് നിങ്ങൾ സുരക്ഷിതരാകും. ജോർജ് സംസാരിക്കുന്ന സമയത്ത് ജോർജിൻ്റെ കയ്യിലുണ്ടായിരുന്ന പുല്ലിൻ്റെ കറ പെട്ടെന്ന് ലിലിക്ക് ഓർമ്മ വരുന്നു. അത് പുല്ലിൻ്റെ കറ ആയിരുന്നില്ല. അതിനെപ്പറ്റി അന്വേഷിക്കുന്നു. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പെയിൻ്റ് എടുത്ത് കയ്യിൽ വരച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കുഞ്ഞനാകട്ടെ എനിക്ക് ആ ഒരു ജനാല കൂടി അകത്ത് കയറി പോകാൻ പറ്റും എന്ന് പറഞ്ഞ് കുഞ്ഞിന് രണ്ട് കാലിൽ ഒരു കാലിൽ റബേക്കയുള്ള ജയിലിൻ്റെ ഫ്രണ്ടിൽ പോയി ജോർജിൻ്റെയും റബേക്കയുടെയും ഫോട്ടോ വെച്ച് എന്തോ വരക്കുന്നുണ്ട്. പിറ്റേ ദിവസം പോലീസുകാരൻ വന്ന് റബേക്കയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ, ആരാ ഇത് ചെയ്തത്? ഒരു കുഞ്ഞാട് വന്ന് ചെയ്തു വെച്ചിട്ട് പോയതാണ് ഇത് എന്ന് റബേക്ക പറയുന്നു. അവനാണെങ്കിൽ അത് മായ്ച്ചു കളയുന്നു. ആ ഒരു സമയം റബേക്കയെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് വരുന്നുണ്ട്. നമ്മുടെ പോലീസുകാരനാകട്ടെ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കുന്നു. ആ ഒരു സമയത്ത് ആട് പറയുന്നുണ്ട്, നോ, അങ്ങനെ ചെയ്യല്ലേ. റബേക്കയെ വണ്ടിയിൽ കയറ്റാൻ പോകുന്ന സമയത്ത് ആടുകൾ നോക്കിയതും കുഞ്ഞാടിൻ്റെ കാലിൽ പെയിൻറ് കാണുന്നു. അത് കണ്ടതും പോലീസിന് പെട്ടെന്ന് ഓർമ്മ വന്ന് പറയുന്നു, റബേക്കയെ കൊണ്ടുപോവല്ലേ, റബേക്കയല്ല ഇത് ചെയ്തത്, മറ്റൊരാളാണ് എന്ന് പറഞ്ഞ് ആ ഒരു ലോയറെ ചൂണ്ടിക്കാണിക്കുന്നു. ജോർജിൻ്റെ കയ്യിലുണ്ടായിരുന്ന പുല്ലിൻ്റെ കറയായിരുന്നില്ല. ജോർജിന് ഇനിയൊരു മകൻ കൂടിയില്ലേ. ഇതൊക്കെ ചെയ്തത് ഒരു നാട്ടിൽ പോലും ഇല്ലാത്ത അവരായിരിക്കാം. ജോർജിൻ്റെ മകൻ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അവനെന്താ നാട്ടിലേക്ക് വരാത്തത്? ജോർജിന് വില്ലിൻ്റെ കോപ്പി നിനക്ക് അയച്ചില്ലേ? അതേപോലെ ജോർജ് അവനും അയച്ചു കാണും നിന്റെ ബ്രദറിന്. എന്നിട്ടും അവൻ ഇങ്ങോട്ട് വന്നില്ല. 30 മില്യൺ നഷ്ടപ്പെടുന്നു എന്ന് പേടിയുള്ള അവൻ ഇങ്ങനെ ചെയ്തിരിക്കാം. ഈ ഒരു കൂട്ടത്തിൽ തന്നെ അവൻ ഉണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരൻ അവൻ്റെ പേര് പറയുന്നു. നോക്കുമ്പോൾ അത് ആ ജൂനിയർ റിപ്പോർട്ടറായിരുന്നു. നിനക്കിങ്ങോട്ട് വരാൻ ഒരു പ്ലാൻ വേണമായിരുന്നു. അതിന് നീ കൾച്ചറൽ ഫെസ്റ്റ് മുതലാക്കി. അതിനുശേഷം നിന്റെ വണ്ടി കേടായി പറഞ്ഞ് നീ ആ വണ്ടിയെ തന്നെ പരിക്കേൽപ്പിച്ച് ഇങ്ങോട്ട് വന്നു. റെബേക്ക വന്ന് ജോർജിനെ കണ്ടതിന് ശേഷം നീ ജോർജിനെ കാണാൻ വേണ്ടി പോയി. ഒരു പെഗ്ഗും ജോർജ് നിനക്ക് ഓഫർ ചെയ്തു. ആ ഒരു പെഗ്ഗിൽ നീ വിഷം കലർത്തി ജോർജിന് നൽകി. അവസാന മൽപ്പിടുത്തത്തിനിടയിൽ ജോർജ് മരിക്കുന്നു. നിന്റെ അച്ഛൻ്റെയും അതേപോലെ നിന്റെ അനിയത്തിയുടെയും രൂപസാദൃശ്യം മറ്റുള്ളവർ അറിയാതെ നിൽക്കാൻ വേണ്ടി നീ തലയിലടിച്ച ഡൈ, അതിൻ്റെ നിറമായിരുന്നു ജോർജിൻ്റെ കയ്യിൽ. ആടുകൾക്ക് ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ നീല നിറവും നിന്റെ തലയിലുണ്ടായിരുന്ന ഡൈയുടെ മഞ്ഞ നിറവും കലർന്ന് അത് പച്ച നിറമായി. അതായിരുന്നു ജോർജിൻ്റെ കയ്യിൽ കണ്ടത്. എന്നിട്ട് അവൻ്റെ അടുത്ത് പോയി അവൻ്റെ ഒരു മുടി എടുക്കുന്നുണ്ട്. ഓ, നീ ഈ കളറും വെച്ച് കണ്ടുപിടിക്കുക ഞാനാണ് കൊന്നതെന്ന് എന്ന് പറഞ്ഞതും പോലീസുകാരനാവട്ടെ, നിന്റെ മുടി ഡൈ ചെയ്തത് കണ്ടുപിടിക്കാനല്ല, നിന്റെ DNA കണ്ടുപിടിക്കാനാണ്. ഇത് കണ്ടുപിടിച്ചിട്ട് വേണം നീ ജോർജിൻ്റെ മകനാണോ എന്ന് കണ്ടുപിടിച്ച് ഈ ഒരു കേസ് തെളിയിക്കാൻ. ഇത് കേട്ടതും അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ ഒരു സമയം മുട്ടനാടുകളോട് ലില്ലി പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് തക്കതായ കാരണങ്ങൾ കിട്ടിയിരിക്കുകയാണ്, പോയി അടിച്ചമർത്തിയ കാർ പഞ്ചറാക്കിക്കോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും അവർ പോയി ആ ഒരു കാറിനെ ഇടിച്ച് പരിക്കേൽപ്പിക്കുന്നുണ്ട്. നമ്മുടെ റിപ്പോർട്ടറെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ റെബേക്ക രക്ഷപ്പെടുന്നു. റെബേക്ക അവിടുന്ന് പോകുന്ന സമയത്ത് ബെത്ത് പറയുന്നു, നീ എനിക്ക് ക്യാഷ് ഒന്നും തരണ്ട, വേണ്ട, സോറി, ഞാൻ വേണമെന്ന് പറഞ്ഞ് ചെയ്തതല്ല. നിനക്കായി എഴുതിയ കത്ത് ഞാൻ കട്ടെടുത്തായിരുന്നു. ഞാനത് വിചാരിച്ചത് ജോർജിനെ ഇഷ്ടമായിരുന്നല്ലേ? ഇഷ്ടമായിരുന്നു. പക്ഷെ ജോർജിന് എന്നെ ഇഷ്ടമായിരുന്നില്ല. ജോർജിന് നിൻ്റെ അമ്മയെ മാത്രമായിരുന്നു ഇഷ്ടം. എനിക്കെൻ്റെ അമ്മയുടെ പേര് പോലും ഓർമ്മയില്ല. ലില്ലി, ലില്ലി എന്നാണ് നിൻ്റെ അമ്മയുടെ പേര്. ഈ ഒരു സമയത്ത് ഇറച്ചിവെട്ടുകാരനും കെലേബും അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് നിങ്ങളുടെ ആടുകളെയും ജോർജിൻ്റെ സ്ഥലവും വാങ്ങാൻ നമ്മൾക്ക് താല്പര്യമുണ്ട്. നിങ്ങളാണ് 2 കൊലയാളികൾ. എന്താ? എൻ്റെ അച്ഛൻ പറഞ്ഞ 2 കൊലയാളികൾ അത് നിങ്ങളായിരുന്നു. ഇറച്ചികൾക്ക് വേണ്ടി ആടുകളെ നിങ്ങൾ കൊന്ന് വിറ്റിരുന്നു എന്ന് എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ചിരുന്നു. അതെനിക്കറിയാം. നിങ്ങൾക്ക് ആ ആടിൻ്റെ പേര് പോലും അറിയുമോ? ഒരാൾ ലില്ലി, ഒരാൾ ക്ലൗഡ്. ഇങ്ങനെ ഓരോരുത്തരെയും അവൾ ഒന്നൊന്നായി വിശദീകരിക്കുന്നുണ്ട്. നമ്മളെ ആട്ടും കുടുംബങ്ങൾ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. അവൾ നേരത്തെ പറഞ്ഞതുപോലെ ജോർജിൻ്റെ പ്രേതത്തെ അവൾ കണ്ടായിരുന്നു. പക്ഷേ ഞാനത് കാര്യമായി എടുത്തില്ല എന്ന് ലില്ലി പറയുന്നുണ്ട്. ഈ ഒരു സമയം കുറേ ആട്ടിൻകൂട്ടുകളെയും കൂട്ടി റെബേക്ക ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പുതിയ ഷെഫേർഡായി റെബേക്ക അവരുടെ അടുത്തേക്ക് പോകുന്നതായിരുന്നു. അവർക്ക്
കൂടുതൽ സന്തോഷമാവുന്നു. പിന്നീട് ജോർജ് ചെയ്യുന്നത് പോലെ തന്നെ കഥ പറഞ്ഞ് ഇരിക്കുന്നു. ആ ഒരു മലനിരയുടെ മുകളിൽ കുഞ്ഞ് നിന്നിരുന്നു. കുഞ്ഞിനോട് ലില്ലി പോയി പറയുന്നുണ്ട്, ഇവിടെ ആർക്കും പേരില്ലാതെ ഇരിക്കാൻ പാടില്ല, അതുകൊണ്ട് നിന്റെ പേരാണ് ജോർജ്. അവരെ വിളിച്ചുകൊണ്ട് വരുന്നു. ഈ ഒരു സീന് കണ്ടിരിക്കേണ്ടതാണ്. അത്രയ്ക്കും മനോഹരമായി വെച്ചിരിക്കുകയാണ് ഈ ഒരു സീന്. അവിടെ വന്ന് ആ ഒരു കഥ കേൾക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞ് ജോർജ് ഇരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ട കുഞ്ഞാടുകളില്ലേ, അവർ വന്ന് ഇവനൊന്നിച്ച് കളിക്കാൻ നിൽക്കുന്നു. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, എൻ്റെ പേരാണ് ജോർജ് എന്ന് പറഞ്ഞ് അവരൊന്നിച്ച് കളിച്ച് നടക്കുന്നു. ഇവിടേക്ക് ഈ ഒരു കഥ അവസാനിക്കുന്നു. കഥ ഇഷ്ടമായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.